നമുക്ക് ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ പടച്ചറപ്പവിടങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. കൈകാലുകൾ തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്, കണ്ണുകൾ തന്നിട്ടുണ്ട്, ചെവി തന്നിട്ടുണ്ട്. പക്ഷേ തഖ്വയുണ്ടാകേണ്ടത് ഏതവയവത്തിലാണ്? ലോകത്തിന്റെ നായകൻ എവിടെന്ന് ഒരിക്കലും സഹാബത്തിനോട് ഇവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കരങ്ങൾ അവിടെന്ന് കരമവിടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട്, വിരലവിടെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. യാ സഹാബാ അത്തഖ്വാ ഹാഹുനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ലോകത്തിന്റെ നായകന്റെ ശറഫാക്കപ്പെട്ട വിരലുണ്ടല്ലോ, ആ വിരൽ അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, തഖ്വ ഇവിടെയാണ് സഹാബാ, ഈ ഹൃദയത്തിലാണ് തഖ്വയുണ്ടാകേണ്ടത് സഹാബാ. അല്ലാതെ നാവിലല്ല തഖ്വയുണ്ടാകേണ്ടത്, കയ്യിലല്ല തഖ്വയുണ്ടാകേണ്ടത്, കാലിലല്ല തഖ്വയുണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, തഖ്വയുണ്ടാകേണ്ടത് എവിടെയെന്നറിയോ? ഈ സൂക്ഷ്മത കടന്നു വരേണ്ടത് എവിടെയെന്നറിയോ? അത് ഹൃദയത്തിലാണ്, ഹൃദയത്തിലാണ്, ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു പോയത്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗാ ഇദാ സലഹത സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. തീർച്ചയായിട്ടും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം അവിടെ നിന്ന് നന്നായാൽ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നന്നായി തീരുന്നതാ. ആ ശരീരം കൊണ്ട് ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ നിന്ന് നന്നായി തീരുന്നതാണ്. പക്ഷേ ആ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിലുള്ള ആ മാംസകഷ്ണമുണ്ടല്ലോ, അതവിടെ നിന്ന് മോശമായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും അവിടെ നിന്ന് മോശമായി തീരുന്നതാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും അവിടെ നിന്ന് മോശമായി തീരുന്നതാണ്. ആ മാംസകഷ്ണത്തെ കുറിച്ച് ലോകത്തിന്റെ മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, അതാണ് ഹൃദയം സഹാബാ. അത് ഹൃദയമാണ്, ഹൃദയമാണ് എന്ന് ലോകത്തിന്റെ മുത്തുനബിയെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ നോട്ടമുണ്ടാകുന്നത് നിന്റെ നാവിലേക്കല്ല, നിന്റെ സൗന്ദര്യത്തിലേക്കല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഒരിക്കലും നിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കില്ല പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ഒരുപാട് ആർഭാടത്തിന്റെ ആഡംബരത്തിന്റെ വസ്ത്രം നീ എവിടെ നിന്ന് ധരിച്ചിരിക്കുകയാ? നിന്റെ വസ്ത്രത്തിലേക്ക് അല്ലാഹു നോക്കുന്നതല്ല. നീ താമസിക്കുന്ന വീടുണ്ടല്ലോ, ആ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് പടച്ചറപ്പ് അവിടെ നിന്ന് നോക്കുന്നതല്ല. പിന്നെ എവിടെയാണ് നോക്കുന്നതെന്നറിയോ? നിന്റെ സമ്പത്തിലേക്ക് അല്ലാഹു നോക്കൂല പൊന്നുപോലെ. പിന്നെ എവിടെയാണ് പടച്ചറപ്പ് നോക്കുന്നതെന്നറിയോ? ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുബരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിലേക്കാണ് പടച്ചറപ്പ് അവിടെ നിന്ന് നോക്കുന്നത്. ചെറുപ്പക്കാരാ, ആ ഹൃദയം അവിടെ നിന്ന് പാപങ്ങളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കണേ. സ്ഫടികം പോലെ നീ എവിടെ നിന്ന് അതിനെ വെടിപ്പാക്കണേ. ആ ഹൃദയത്തിലേക്ക് ആ പടച്ചറപ്പ് അവിടെ നിന്ന് നോക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാ.